ശ്രീ പത്മനാഭൻ, അതായത് G7 ഉച്ചകോടി കഴിയും മുമ്പേ ട്രംപ് അവിടെ നിന്ന് പോയി. ഇറാൻ ഈ യുദ്ധം ജയിക്കാനാവില്ലെന്ന് ട്രംപ് പറഞ്ഞു. അതിനൊക്കെ അപ്പുറം ഒരു ആക്ഷനിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞോ? അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ നിസ്സംഗതയോ? അല്ല, ഒരു കാര്യം സത്യമാണ്. ഇപ്പൊ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ അമേരിക്കയുടെ 51ാമത്തെ എന്താ പറയാ പ്രവിശ്യയാണ് ഇസ്രായേൽ എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. അത് വസ്തുതാപരമായ തെറ്റാണെങ്കിലും അത് മറ്റു പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോഴും അതിൽ കുറെ സത്യമുണ്ട്. കാരണം നോക്കൂ, ആധുനിക കാലഘട്ടത്തിലെ യുദ്ധത്തിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് സാറ്റലൈറ്റുകളാണ്. ഉപഗ്രഹങ്ങൾ വഴി ട്രേസ് ചെയ്ത് എന്തിനെയാണോ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആരെയാണോ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ചലനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി മോണിറ്റർ ചെയ്ത് അവർ ഏത് സ്ഥലത്തുണ്ട്, അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇരിക്കുകയാണോ നിൽക്കുകയാണോ എന്ന് പോലും മനസ്സിലാക്കി കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ ഇവിടുന്ന് അയക്കുന്ന മിസൈലുകളോ അല്ലെങ്കിൽ ആകാശത്തു നിന്ന് വരുന്ന വിമാനങ്ങളിൽ നിന്നും വരുന്ന എന്താ പറയാ വാർഹെഡോ അതൊക്കെ കൃത്യമായി പതിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ഇന്ന് യുദ്ധത്തെ എന്താ പറയാ മേൽക്കോയ്മ കൊടുക്കുന്നത്. ഇപ്പോ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ പോയി കൃത്യമായി ഒരു യുദ്ധവിമാനം പോലും പാക് അതിർത്തി ലംഘിച്ചിട്ടില്ല. ഒരു പട്ടാളക്കാരൻ പോലും പാക് അതിർത്തി ലംഘിച്ചിട്ടില്ല. പക്ഷെ കൃത്യമായി അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ കൃത്യമായി എവിടെയാണോ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ദ്വാരമുള്ളത് അവിടെ തന്നെ പോയി നമ്മുടെ മിസൈൽ വീഴുന്നു. പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾ ഇപ്പൊ നൂർഖാനിലൊക്കെ സംഭവിച്ചത് അത്ഭുതത്തോടു കൂടിയാണ് ലോകം കാണുന്നത്. ഇതിന്റെയൊക്കെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയ വേർഷനാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത്. അതിന് കാരണം അമേരിക്കയാണ്. അമേരിക്കൻ സാറ്റലൈറ്റ് ഇറാനെ അരിച്ചു പെറുക്കുകയാണ്. ഓർമ്മയുണ്ടോ സുലൈമാനിയെ കൊന്നത്? സുലൈമാനിയെ അമേരിക്ക കൊന്നത് ജോ ബൈഡന്റെ കാലത്താണ്. ഒരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കെ കൃത്യമായി കൊന്നു. അപ്പൊ ആ വാഹനം ആരുടേതാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അമേരിക്കയുടെ സഹായം ഇസ്രായേലിനുണ്ട്. അപ്പൊ ഇസ്രായേൽ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ മുൻതൂക്കം, അതാണ് ഇസ്രായേലിന് നൽകുന്ന മുൻതൂക്കം. അപ്പോ അമേരിക്ക പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തില് ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുക? അമേരിക്ക നിഷ്പക്ഷ നിലപാടെടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അമേരിക്ക പരമാവധി എന്താ പറയാ പരമാവധി ഡാമേജ്, പരമാവധി നാശനഷ്ടം ഇറാനിൽ വരുത്തുന്നത് വരെ അമേരിക്ക മിണ്ടാതിരിക്കും. എന്നതിന് ശേഷം അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനെ കൊണ്ട് ഖമേനിയെ കൊല്ലുക എന്നുള്ളതായിരിക്കില്ല. അവിടെ ഈ ഖമേനിക്കെതിരെ ജനങ്ങളുടെ ഒരു പ്രതിവിപ്ലവോ അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാവട്ടെ. അതിന് അവിടുത്തെ ജനങ്ങളെ പരമാവധി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്താ ചെയ്യുക? തങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഭരണാധികാരികൾക്കെതിരായിട്ട് അവര് പ്രതികരിക്കും. അത് ഇറാൻകാരുടെ കൈകൊണ്ട് തന്നെ ഖമേനി സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യട്ടെ എന്ന ഒരു നിലപാടായിരിക്കും അമേരിക്കയ്ക്ക്. അതുകൊണ്ടാണ് മറ്റു എല്ലാ പട്ടാള ഉദ്യോഗസ്ഥന്മാരെയും കൊല്ലാൻ അമേരിക്ക അനുവദിച്ചിട്ടായിരിക്കണമല്ലോ ഇസ്രായേൽ കൊന്നിട്ടുണ്ടാവുക. ഇവിടെ മാത്രം അമേരിക്ക തടഞ്ഞു എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അമേരിക്ക തിരകഥാ സംഭാഷണം ഇറാനുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നം അങ്ങനെ കത്തുന്നുണ്ട്. ഖമേനിയുടെ ചിത്രങ്ങൾ കത്തിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ പരസ്യമായി ഇല്ലെങ്കിൽ പോലും പല ക്യാമറകളിലും ആ ദൃശ്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നുണ്ട്, മുള പൊട്ടുന്നുണ്ട്. അത് ഒരു വശത്ത് ഉപയോഗപ്പെടുത്തുകയാണോ ഇസ്രായേൽ? കാരണം ഇറാൻ സൈന്യത്തെ കൂടുതൽ ദുർബലമാക്കുക, അമേരിക്ക ഉപരോധിക്കുന്ന ഇറാന്റെ സാമ്പത്തിക ഞെരുക്കം കൂടുതൽ കടുപ്പിക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളിലൂടെ അവിടെ തന്നെ ഒരു കലാപം ഉണ്ടാകട്ടെ, അതിലൂടെ ഖമേനി അപ്രത്യക്ഷനാകട്ടെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടട്ടെ, അങ്ങനെ ഒരു തന്ത്രം കൂടി ഇസ്രായേൽ പ്രയോഗിക്കുന്നുണ്ടോ അമേരിക്കയുടെ ആശീർവാദത്തോടെ? തീർച്ചയായിട്ടും അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഖമേനിയെ കൊന്നു കഴിഞ്ഞാൽ തീർന്നല്ലോ. പക്ഷെ ഖമേനിയെ മാത്രം കൊല്ലില്ല. ഈ ആളുകളെ മുഴുവൻ കൊല്ലാൻ സാധിക്കുന്ന ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സഹായത്തോടുള്ള സാങ്കേതിക വിദ്യക്ക് ഖമേനിയെ കൊല്ലാൻ നിമിഷങ്ങൾ മതി.
പക്ഷെ അവര് കൊല്ലും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പൊ ബാക്കി എല്ലാവരും വധിക്കുക, ഇറാന് കനത്ത നാശനഷ്ടം ഉണ്ടാവുക, ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളും ഒരു വിഭാഗം പട്ടാളക്കാരും എല്ലാവരും ഇയാൾക്കെതിരെയാവും. അവിടെ ഒരു പ്രതിവിപ്ലവം ഉണ്ടാവും. ചിലപ്പോൾ അയാൾ വധിക്കപ്പെടും, അല്ലെങ്കിൽ അയാൾ നാട് വിടും, എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിന്റെ കുറ്റം ഇസ്രായേലിന്റെ അമേരിക്കയുടെ തലയിലായിരിക്കില്ല, ജനങ്ങളുടെ ഒരു പ്രതിവിപ്ലവമായി അതിനെ കണക്കാക്കും. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നടക്കും. നാളെ ഇവർക്ക് വേണ്ട ഒരു പാവ ഗവൺമെന്റിനെ അവിടെ വാഴിക്കും. ഇപ്പൊ ജോർദാനിൽ ചെയ്ത പോലെ. ജോർദാൻ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അക്ഷരപ്രതി അനുസരിക്കുന്ന ഒരു ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, അറബി രാജ്യങ്ങളും ഏതാണ്ട് അങ്ങനെ തന്നെയാണല്ലോ. എല്ലാവരും അമേരിക്കയുടെ കീഴിലാണല്ലോ. അമേരിക്കയെ അനുസരിക്കാത്ത രണ്ട് രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഇറാഖും ഒന്ന് ഇറാനും. അതിൽ ഇറാഖിനെ അവർ ശരിയാക്കി. ഇപ്പോൾ ഇറാഖും ഇറാനും ഏതാണ്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇറാനെയും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യയിൽ എല്ലാം അമേരിക്ക പറയുന്നത് പോലെ നടക്കും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കൽ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അല്ലാതെ പാകിസ്ഥാൻ അണുവായുധം ഉണ്ടാക്കുമ്പോൾ പ്രതിഷേധിക്കാത്ത അമേരിക്കയ്ക്ക് ഇറാൻ അണുവായുധം ഉണ്ടാക്കുമ്പോൾ പ്രതിഷേധിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ അവരുടെ രാഷ്ട്രീയമാണ്, അമേരിക്കയുടെ രാഷ്ട്രീയമാണ്, ഇസ്രായേലിന്റെ രാഷ്ട്രീയമാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇവർ രണ്ടു കൂട്ടരും, ഇറാനും ഇസ്രായേലും, നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളായിപ്പോയി. ഇത് അവസാനിപ്പിക്കുന്നതാണ് അവർക്കും ലോകത്തിനും നല്ലത് എന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം. അങ്ങനെയാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്.